എത്ര രൂപ? 300. 300. 300 കൊടുത്തേ. ഗൂഗിൾ പേ ഉണ്ടോ? ഉണ്ടല്ലോ. ഫോൺ പേ ഉണ്ടോ? ഫോൺ പേ, പേടിഎം, UPI എല്ലാം ഉണ്ട്. ഭാരത് പേ ഉണ്ട്. കാർഡ് എടുക്കൂ? എടുക്കും. ചെക്ക ഉണ്ട്. പൈസ കയ്യിലെടുക്കൂ? കയ്യിലുണ്ടായിരുന്ന 300 രൂപയും പോയി. ഇത് അവൻ്റെ അടുത്ത് ചോദിക്കാനും പറ്റില്ല, നാണക്കേടുമാണ്. അവൻ അറിയാതെ തന്നെ അവനെ വലിപ്പിക്കുക. കണക്ക് പ്രകാരം എനിക്ക് കിട്ടാനുള്ളത് 300 രൂപ. ഒരു എരി കിട്ടി. അളിയാ സർബത്ത് പിടിക്കാം. അണ്ണാ സർബത്തിന് എത്ര രൂപ? 30 രൂപ. ചാർജ് ഉണ്ടോ? ഉണ്ട്. എത്ര രൂപ? 50 രൂപ. 2 ചാർജ് എടുത്തോ. പൈസയും കൊടുത്തോട്ടോ. ഓ ഇത് സ്കാനല്ലേ? കണക്ക് കൂട്ടിയവ 300-ല് 100 ചെലവായി. ഇനി 200 രൂപ. അതിപ്പോ ഒപ്പിക്കാം. സെറ്റ്. ആശ്രേ ഒരു 100 രൂപ അളിയെ പെട്ടെന്ന് എന്റെ കൂട്ടുകാരൻ്റെ അക്കൗണ്ട് അയച്ചു കൊടുക്കും. നമ്മളെ അജിത്തിന്റെ പെട്ടെന്ന് അയച്ചു കൊടുക്കളി. ഞാൻ റോൾ ചെയ്ത് തരാം കേട്ടാ. ഇനി ബാക്കി 100 രൂപ കിട്ടും. അതെങ്ങനെ മുതലാക്കാം? ഒരു 100 രൂപയ്ക്ക് ഇനി എന്തൊരു കള്ളത്തരം പറയും? വണ്ടി ഒന്ന് കുലുക്കി നോക്കാം. ഇത് കടലാണല്ലേ പുല്ല്. ഒരു കള്ളത്തരം പറയാം. അളിയ ഒരു 100 രൂപ വേണം കേട്ടാ. എണ്ണ അടിക്കുക. എണ്ണ ഇല്ല വണ്ടി. വർക്കല വരെ പോണം. യെസ്, 300 രൂപ മുതലാക്കി. മണ്ടൻ. ഇനി പിന്നെ മറ്റേ അവനോടുത്ത 100-ഉം പിന്നെ ഇതില്ല പൈസയും മറ്റേതില്ലേ നിനക്ക് തരാൻ ഞാൻ 500 രൂപ ഇല്ലായിരുന്ന അതിൽ നിന്ന് വെട്ടിപ്പോകും കേട്ടാ. അയ്യവാ ഇന്ത ഫത്തിലു ഫലഹി. ഇപ്പൊ അതും പോയി ഇതും പോയി. ഓക്കെടാ. ഇത്ര നേരമായിട്ട് നിൽക്കുന്ന എനിക്ക് ഈ ഹാഷിറിന്റെ ഫേസ് കാണുമ്പോ തന്നെ ചിരി വരും. സത്യം പറഞ്ഞാല് ഇവന് ഇത്ര നേരമായിട്ട് നിൽക്കുന്ന ബിസിനസ് മീറ്റിംഗ് ഉള്ള നിങ്ങൾക്ക് അറിഞ്ഞൂടെ? മോനെ 2-3 വണ്ടികൾ ഉണ്ടായിരുന്നു മോനെ, അതുകൊണ്ടല്ലേ വരാൻ പറ്റാത്ത. നിങ്ങൾ ഇത് തുറന്നേ എന്തിനിപ്പോ? വർഷാപ്പിൽ ചെന്ന ഏത് വണ്ടിയുടെ ഫ്രണ്ട് ഞാൻ തുറന്നങ്ങ് വെക്കും വെറുതെ. അതാണ് എന്റെ ഐശ്വര്യം. നിങ്ങൾ ടൂൾസ് ഇല്ല നിങ്ങൾ വന്നത്? ഒരു സാധനം വരും. എന്നാ വണ്ടി പെട്ടെന്ന് നിന്നു വേണം. ഞാൻ എന്ത് ചെയ്യട്ടെണ്ണ ഇനി? ഞാൻ എങ്ങനെയാണ് മെയിൻ മേശിരിയായെന്നറിയാവോ? എങ്ങനെന്നൊക്കെ ചോദിച്ചാ വർഷാപ്പിൽ പണിയാൻ പോയി. ഈ ബാക്കിലൊന്നും തുറന്നു. ബാക്ക് തുറന്നാണ്. ബാക്കിൽ എഞ്ചിൻ നോക്കട്ടാ. ബാക്കിൽ എഞ്ചിനാ? ഞാൻ ഈ ഗൾഫിൽ വണ്ടിയാണ് കൂടുതൽ പണിയുന്നത്. അവിടെ 2 എഞ്ചിനൊക്കെയാ. കസേരകളെയൊന്ന് നിർത്തണ്ണ. ഈ വണ്ടി കിടക്കുന്ന പൊസിഷൻ ശരിയല്ല, അതുകൊണ്ടായിരിക്കാം. നീ വണ്ടി എടുത്ത് ജസ്റ്റ് ഫ്രണ്ടിലോട്ടം കിട്ടാണ്. ഇത് എത്ര ആലോചിച്ചിട്ട് ഈ വണ്ടി അനങ്ങാത്ത എന്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോടാ കുട്ടാ. എന്റെ കരിയർ ഇങ്ങനെ ഒരു വേസ്റ്റ് സിറ്റുവേഷനിൽ എത്തിയിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞാൽ നീ എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ സൈക്കിളൊക്കെ ശരിയാക്കുന്ന മേശരിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചിന്റെ ടയറെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട 10-500 അങ്ങ് തടഞ്ഞാലാ. അങ്ങനെ ഇറങ്ങി ഓടി വന്നേ. ഇതെന്തോ വലിയ വിഷയം കേട്ടാ. നീ വേറെ ആരെങ്കിലും കൊണ്ട് കാണിക്കും. ഞാൻ പോണ്ട കുട്ടാ. ഈ വണ്ടിക്ക് ചുവപ്പ് നിറം ചേരുന്നില്ല. വെള്ളമെല്ലാം വാങ്ങിക്കൂടായിരുന്നടാ. എന്റെ വണ്ടിയല്ലേ, അത് കുഴപ്പമില്ല എനിക്ക്. ഓ ചുമ്മാണോ നീ വഴിയിലായി പോയത് പന്നി. പറഞ്ഞായിരുന്നോ? ഇത്ര അടുത്തൊന്നും എന്തോ ഇത് ചേട്ടാ എന്തേലും ഒരു സായം ചെയ്ത് തന്നിട്ട് പോണ്ട. മോനെ ഈ വയലിന്റെ അറ്റം പിടിച്ചു പോയ ഒരു സ്ഥലം എത്തും. എവിടാ? ഏതെങ്കിലും ഒരു അറ്റം അവിടെ പിടിച്ച് പ്ലീസ് ചേട്ടാ ഒന്ന് സഹായിച്ചിട്ട് പോയിട്ടോ. വണ്ടി വഴിയിലായിട്ട്